അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ താരീഖിൻ്റെ ക്ലാസ്സിലാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫിർഔനെയും അവൻ്റെ സമുദായത്തെയും അള്ളാഹു ചെങ്കടലിൽ മുക്കിക്കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഫിൽ ബർരിയത്തി, മരുഭൂമിയിൽ. വസല ബനു ഇസ്രാഈല ഇല ബർരിൽ അംനി വസ്സലാമി വതനഫസു ഫി ഹവാഇഹി കൽഅഹ്റാരിൽ അശ്റാഫി ഹുനാലിക ലാ യഖാഫുന ഫിർഔന വലാ യഖാഫുന ഹാമാന വലാ യഖാഫുന ശുർത്തത. വസല ബനു ഇസ്രാഈല, ബനു ഇസ്രാഈലിൽ എത്തിച്ചേർന്നു, ഇല ബർരിൽ അംനി വസ്സലാം, നിർഭയത്വത്തിൻ്റെയും രക്ഷയുടെയും കരയിൽ. ബർറ് കര, അമ്ന് നിർഭയത്വം, സലാം രക്ഷ. തനഫസു, അവർ ശ്വസിച്ചു. നഫസ യുനഫിസു, തനഫസ എന്നാൽ ശ്വസിക്കുക, ബ്രത്ത് നിർത്തും. ഫി ഹവാഇഹി, ആ കരയുടെ അന്തരീക്ഷത്തിൽ. ഹവാ എന്ന് പറഞ്ഞാൽ കാറ്റില്ലേ, ആ കരയുടെ ആ കാറ്റിൽ, ആ വായുവിൽ അവർ ശ്വസിച്ചു. കല്ലഹ്റാരി, സ്വതന്ത്രന്മാരെ പോലെ. അൽ അഷ്റാഫ്, മാന്യന്മാരായ വലിയ നേതാക്കന്മാരായ സ്വതന്ത്രന്മാരെ പോലെ. അത്രയും കാലം ഫിർഔന്റെ അടിമകളായും അവരുടെ ജോലിക്കാരായും വേലക്കാരായിട്ടൊക്കെ ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു സ്വതന്ത്രന്മാരായി അവർ. അതുപോലെ അവർ ശ്വസിച്ചു. ഹുനാലിക്ക, ഇവിടെ. ലാ യഖാഫൂന, അവർ ഭയപ്പെടേണ്ടതില്ല. ഫിർഔനെ ഭയപ്പെടേണ്ടതില്ല. വലാ യഖാഫൂന ഹാമാന, ഫിർഔന്റെ മന്ത്രി ഹാമാനെയും ഭയപ്പെടേണ്ട. വലാ യഖാഫൂന ശുർത്തതഹു, ഫിർഔന്റെ പോലീസിനെയും പട്ടാളത്തെയും ഭയപ്പെടേണ്ടതില്ല. ഹുനാലിക, ഇവിടെ. യംഷൂന, അവർ നടന്നു പോകും. ആമിനീന, നിർഭയത്വമുള്ളവരായി, സുരക്ഷിതരായി. മുത്മഇന്നീന, മനസ്സമാധാനത്തോടുകൂടി, മനസ്സമാധാനമുള്ളവരായി, മനഃശാന്തിയുള്ളവരായി. ലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെയല്ലാത്ത മറ്റൊന്നിനെയും അവർക്ക് ഭയപ്പെടേണ്ടതില്ല. വലാകിന്നഹും, പക്ഷേ ആ ബനു ഇസ്രായേൽ, കാനു, അവരായിരുന്നു, അഹ്ലൽ ഹളരി, ഗ്രാമവാസികളായിരുന്നു. ഹളർ ഗ്രാമം, അഹ്ലുൽ ഹളരി ഗ്രാമവാസികൾ, മലഞ്ചെരുവിലൊക്കെ താമസിച്ച ആളുകൾ. വക്കാനത്തി ഷംസു, സൂര്യനായിരുന്നു, തുദീഹിം, അവരെ ബുദ്ധിമുട്ടിക്കും. ഫിൽ ബർരിയത്തി, ഈ മരുഭൂമിയിൽ. ഇവർ മരുഭൂമിയിലെത്തി. അപ്പോൾ ഇവർക്ക് ഇനി ഇവിടുന്ന് ഇത് സൂര്യൻ ചൂട് അവർക്ക് വളരെ ശക്തിയായിരിക്കും. വക്കാനു, ഇവരാണെങ്കിലോ, വക്കാനു, ഇവരായിരുന്നു, ഒയൂഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അതിഥികളായിരുന്നു. അലം ചറ, നിങ്ങൾ നോക്കുന്നില്ല, ഇലൽ മുലൂക്കി, രാജാക്കന്മാരിലേക്ക്. കൈഫ, എങ്ങനെയാണ് രാജാക്കന്മാർ യുക്രിമൂന, ബഹുമാനിക്കുക, ദുയൂഫം, അവരുടെ അതിഥികളെ. രാജാവിൻ്റെ അടുക്കൽ രാജാവിൻ്റെ ഒരു അതിഥി വന്നാൽ അയാളെ പരമാവധി ബഹുമാനിക്കുക, വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കില്ലേ. എന്നാൽ എല്ലാ രാജാക്കന്മാരെയും ഏറ്റവും വലിയ രാജാവ് അള്ളാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അതിഥികളാണ് ഇവർ. അപ്പോൾ ഇവരെ ബഹുമാനിക്കേണ്ട കാര്യം പറയണ്ടല്ലോ. കൈഫ യദ്രിബൂന, കൈഫ, എങ്ങനെയാണ് യദ്രിബൂന, നിർമ്മിക്കുക, ലഹും, അവർക്ക്. ഈ ബനു ഇസ്രായേൽ അവർക്ക് വേണ്ടി എങ്ങനെ നിർമ്മിക്കുമൽ ഖിയാമ, ടെൻറ്റുകൾ. എങ്ങനെയാണ്, ചൂടാണ്. അപ്പോൾ ചൂടിനെ തടുക്കണമെങ്കിൽ കൂടാരങ്ങൾ ഉണ്ടാക്കണം, ടെൻറ്റുകൾ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കും? എങ്ങനത്തെ കൂടാരമാണ്? തഖീഹിം, ആ കൂടാരങ്ങൾ അവരെ സംരക്ഷിക്കും. ഹർറ ശംസി, സൂര്യൻ്റെ ചൂടിനെ തൊട്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുക? പക്ഷേ അവിടെ നോക്കണ്ടോ, അള്ളാഹിൻ്റെ അതിഥികളാണല്ലോ. അപ്പോൾ ഇന്ന കറാമത്തല്ലാ, അള്ളാഹുവിൻ്റെ ബഹുമാനം, അള്ളാഹുവിൻ്റെ ആദരവ് എന്ന് പറയുന്നത് അത് ഫൗക കുല്ലി കറാമ, മറ്റെല്ലാ ആദരവിനേക്കാളും ബഹുമാനത്തിനേക്കാളും മുകളിലായിരിക്കും. ഓ അമറല്ലാ, അള്ളാഹു അവിടെ കൽപ്പിച്ചു, അൽ ഗമാമ, മേഘങ്ങളോട്. യുദില്ലഹും, ഈ ബനു ഇസ്രായേലിയർക്ക് നേടി കൊടുക്കാൻ അള്ളാഹു മേഘങ്ങളോട് പറഞ്ഞു. ഫഖാനു, അപ്പോൾ ഈ ബനു ഇസ്രായേലരായിരുന്നു, യംഷൂന, അവരിങ്ങനെ നടന്നു പോകും, ഫിദില്ലിൽ ഗമാമി, മേഘത്തിൻ്റെ തണലിൽ. ഒക്കാനൽ ഗമാമു, മേഘമായിരുന്നു, യസീറു, സഞ്ചരിക്കും, മാഹും, അവരുടെ കൂടെ. ഹൈസുസാറു, ഈ ബനു ഇസ്രായേലിയർ എവിടേക്കൊക്കെ സഞ്ചരിക്കുന്നു അവിടൊക്കെ ഈ മേഘങ്ങളും പോവും. വയഖിഫു, ഈ മേഘങ്ങൾ നിൽക്കും. ഐസു വഖഫു, അവരെവിടെയാണ് നിൽക്കുന്നത് അവിടെ ഇതും നിൽക്കും. അങ്ങനെ ഇരിക്കെ വഅതിശ ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലിയർക്ക് ദാഹം അനുഭവപ്പെട്ടു. വലാ മാ, വെള്ളം ഇല്ലല്ലോ. ഫിൽ ബർരിയത്തി, മരുഭൂമിയിലോടുന്ന വെള്ളം അല്ലേ. വലാ നഹ്റ, പുഴയുമില്ല. വലാ ബിഅറ, കിണറും ഉണ്ടാവുകയില്ല. അങ്ങനെ ദഹബു ഇലാ മൂസ, അവർ മൂസാ നബിൻ്റെ അടുക്കിലേക്ക് ചെന്നു. യശുക്കൂന, അവർ പരാതി പറഞ്ഞു. ഇലൈഹി, മൂസാ നബിയോട്. അൽ അത്ഷ, ദാഹത്തെ, ദാഹമുണ്ട് എന്ന് പരാതി പറഞ്ഞു. കമാ യഷ്കു അത്ഫിലു ഇല ഉമ്മിഹി, കുട്ടി ഉമ്മയോട് പരാതി പറയുന്നത് പോലെ. വയസ്തഗീസുഹ, ആ ഉമ്മയോട് സഹായം ചോദിക്കുന്നത് പോലെ. ഇസ്തഗീസു, സഹായം ചോദിക്കുക. അങ്ങനെ വദഅ മൂസ റബ്ബഹു, അപ്പോൾ അള്ളാഹുവിനോട് മൂസാ നബി ദുആ ചെയ്തു.
അമല്ലഹു ഗൈറു. ആളുകൾ മൂസാ നബിനോട് പറയുമ്പോൾ മൂസാ നബിക്ക് വേറെ ആരാളുള്ളതില്ലേ? ആ മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചു, ദുആ ചെയ്തു. ഫഖാല, അപ്പം അള്ളാഹ് പറഞ്ഞു, ഇദ്രിബ് ബിഅസ്വാക്കൽ ഹജറ. മൂസാ നബി, നിങ്ങളുടെ കയ്യിലുള്ള വടിയുണ്ടല്ലോ അതുകൊണ്ട് ഒരു കല്ലിനടിക്കാൻ പറഞ്ഞു. ഫം ഫജറത്ത് മിന്നു, അങ്ങനെ അദ്ദേഹം അടിച്ചപ്പോൾ ഫം ഫജറത്ത് മിന്നു, അതിൽ നിന്നും പൊട്ടിയൊഴുകി 12 അരുവികൾ. അരുവി കഥ അലിമ കുല്ലു ഉനാസിന്, ഇവർ 12 ഗോത്രക്കാരാണല്ലോ. പണ്ട് കടലിനെ അടിച്ചപ്പോഴും ചെങ്കടലിനെ അടിച്ചപ്പോഴും 12 വഴികളുണ്ടായില്ലേ? അതേമാതിരി ഇവിടെ പാറയെ അടിച്ചപ്പോഴും 12 എന്തുണ്ടായി? അരുവികളുണ്ടായി. കഥ അലിമ കുല്ലു ഉനാസിന്, എല്ലാ ആളുകളും എല്ലാ ഗോത്രക്കാരും അറിഞ്ഞു. മഷ്റബും, അവരുടെ കുടിസ്ഥലം, കുടിക്കേണ്ട സ്ഥലം ഏതാണെന്ന് ഓരോരുത്തരറിഞ്ഞു, അത് കുടിച്ചു എന്നർത്ഥം. വജാ ബനു ഇസ്രായേൽ, അങ്ങനെ ബനു ഇസ്രായേലർക്ക് വിശപ്പ് അനുഭവപ്പെട്ടു. ഫശക്കവും, അപ്പോൾ അവരെന്ത് പറഞ്ഞു? പരാതി പറഞ്ഞു. ഇലാ മൂസ നബിയിലേക്ക് അൽ ജുഅ, വിശപ്പിനെ പരാതി പറഞ്ഞു, വിശപ്പുണ്ട് എന്ന് പരാതി പറഞ്ഞു. കമാ യശുക്കുത്തിഫ്ലു ഇല ഉമ്മിഹി, ഒരു കുട്ടി ഉമ്മയോട് പരാതി പറയുന്നത് പോലെ, വൈസ്തഗീസ്, ഉമ്മയോട് സഹായം ചോദിക്കുന്നത് പോലെ. വഖാലു, അവർ പറഞ്ഞു, ഇന്നക്ക, നിശ്ചയം നീ മൂസേ, നീ അഖ്റജ്തന, നീ ഞങ്ങളെ പുറപ്പെടുവിച്ചു, മിൻ മിസ്റിൽ നിന്നും. ഏതാണ് മിസ്ർ? അർദിൽ ഫവാഖിഹി, പഴങ്ങളുടെ നാടായ, വസ്സമറാത്തി, മറ്റുള്ള ഫലങ്ങളുടെയും, അർദിൽ ഖൈറാത്തി, നല്ല നന്മയുടെ ഒരുപാട് ഖൈറുകളുള്ള നാട്, തൊയ്യിബാത്ത്, ഒരുപാട് നല്ല സാധനങ്ങൾ കിട്ടുന്ന നാടാണത്. അവിടുന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഫമന്നന ബി തുആമിൻ ഫിയാദിഹിൽ ബദിയ, ഫമന്നന, ആരാണ് നമുക്ക് തരുക? ബി തുആമിൻ, ഭക്ഷണം തരുക. ഫിയാദിഹിൽ ബദിയത്തി, ഈ മരുഭൂമിയിൽ ആര് ഭക്ഷണം തരും? വദഅ മൂസ റബ്ബഹു, മൂസ നബി വീണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്തു. മല്ലഹു ഗൈറുഹു, മൂസ നബിക്ക് അല്ലാതെ വേറെ ആരത്തോ ചോദിക്കാനുള്ളത്. ഫഅൻസല അലൈഹിമു ത്വആമ, ആകാശത്തിൽ നിന്നും അള്ളാഹു ഭക്ഷണം ഇറക്കി കൊടുത്തു ഇവർക്ക്. വഅൻസല ലഹും, അവർക്ക് അള്ളാഹു ഭക്ഷണം ഇറക്കി കൊടുത്തു. അല ഔറാഖിൽ അസ്ജാരി, മരത്തിൻ്റെ ഇലകളുടെ മുകളിൽ, മിസ്ലുൽ ഹൽവ, ഹൽവ പോലത്തെ കട്ടിത്തേന്ന, ഹൽവ പോലത്തെ സാധനം, നല്ല അങ്ങനെ പൊട്ടിങ്ങനെ ഒരിക്കാൻ സോഫ്റ്റായ ഹൽവ എങ്ങനെ ഉണ്ടാകുക, അതേപോലത്തെ കട്ടിത്തേനി അവർക്ക് കൊടുത്തു വറസല ഇലേയും, അവരിലേക്ക് അള്ളാഹു അയച്ചു കൊടുത്തു. ത്വയ്റൻ, പക്ഷിയെ. യഹുദൂനഹു, ആ പക്ഷിയെ അവർ പിടിക്കും. മിനൽ അസ്ജാരി, മരത്തിൻ്റെ മുകളിൽ നിന്നും. ബിസുഹുൽ, വളരെ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന കാടപ്പക്ഷികൾ, അതിനെയും കൊടുത്തു വദാലിക, അതായിരുന്നു വൽ മന്നു വസ്സൽവ, മഞ്ഞ് കാടപ്പക്ഷി, എന്താ കട്ടിത്തേനും, വസ്സൽവ കാടപ്പക്ഷിയും. ദിയാഫത്തുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ആതിഥേയത്വമായിരുന്നു. ലി ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിലേക്കുള്ള ഫിൽ ബരിയത്തി, ആ മരുഭൂമിയിൽ വെച്ചുകൊണ്ട്. ഒന്നാണ്ട് വിശക്കും, ഇങ്ങനെ ഇറങ്ങി വരും, എടുക്കുക, തിന്ന്, അത്രേ പണിയുള്ളൂ. പക്ഷേ അവരെ ഇന്ന് നിഷേധിച്ചു. കുഫ്രാൻ ബനി ഇസ്രായേൽ, അടുത്ത ഹെഡിങ് ബനു ഇസ്രായേലിയുടെ സത്യനിഷേധം. വലാക്കിന്ന ബനി ഇസ്രായേല, പക്ഷേ ബനു ഇസ്രായേലര് കത് അഫ്സദ ദൗഖഹും, കത് അഫ്സദ, ബനു ഇസ്രായേലര് നശിപ്പിച്ചിരുന്നു, ദൗഖഹും, അവരുടെ രുചിയെ, വഖുലുഖഹും, അവരുടെ സ്വഭാവത്തെയും. എങ്ങനെ? വഖുലുഖഹുൽ ഉബൂദിയ്യത്തു, എന്ത്? അവരുടെ രുചിയെയും അവരുടെ സ്വഭാവത്തെയും നശിപ്പിച്ചിരുന്നു. എന്ത് നശിപ്പിച്ചാൽ? ഉബൂദിയ്യത്തു ത്വവീല, ദീർഘകാലം, വളരെ കാലമായിട്ടുള്ള അടിമത്വം. അൽ ഉബൂദിയ്യത്തു, അടിമത്വം. ഇവർ അടിമകളായി ജീവിച്ചിരുന്ന ആൾക്കാരാണല്ലേ. അത് ത്വവീ, ദീർഘമായ, ഒരുപാട് കാലം അടിമകളായി നിന്നു എന്നത് ഇവരുടെ രുചികളെയും ഇവരുടെ സ്വഭാവത്തെയൊക്കെ മോശമാക്കിയിരുന്നു. വക്കാൻ, ഇവരായിരുന്നു ഈ ബനു ഇസ്രായേലര്, ലാ യഖുറൂന അലാ ഷൈഇൻ, ഒരു കാര്യത്തിൻ്റെ മേലും അവർ ഉറച്ചു നിൽക്കില്ല. വക്കാനു, അവരായിരുന്നു, ലാ യസ്കുനൂന ഇലാ ഷൈഇൻ, ഒന്നിലേക്കൊരു സമാധാനം ഉണ്ടാവില്ല. ലാ യസ്കുനൂന, അവർ ശാന്തരായി വരൂല, അടങ്ങി താമസിക്കൂല, ഇലാ ഷൈഇൻ, ഒന്നിലേക്കും. വക്കാനു, അവരായിരുന്നു, ഫി തിബാഇഹിം, അവരുടെ പ്രകൃതിയിൽ തന്നെ, അത്ഫാലൻ, കുട്ടികളെ പോലെയാണ്. വക്കാനു, അവരായിരുന്നു, ഖലീലൈ ശുക്രി, ഖലീലൈ തശക്കുരി, നന്ദി കുറഞ്ഞ ആളുകളും, കസീരൈ തശക്കി, അങ്ങനെ ഇങ്ങനെ അധികം പരാതി പറയുന്ന ആളുകളും, നന്ദി കുറഞ്ഞ ആളുകളുമാണ്. സരീഅത്തസാഉമി, പെട്ടെന്ന് എന്തും മടുക്കുന്ന ആളുകളും. യുഹിബ്ബൂന, അവർക്കിഷ്ടമുണ്ടാകുക, മാ മുനിയു, അവർക്ക് വിലങ്ങിയതാണ്, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടം. വയക്രഹൂന, അവർക്ക് വെറുപ്പുണ്ടാവുക, മാ ഓത്തു, അവർക്ക് നൽകപ്പെട്ടതായിരിക്കും. ഇതാണ് ഇപ്പോൾ ഇവരുടെ സ്വഭാവങ്ങൾ. വലം യൽബസു ഖലീല, വലം യൽബസു, അധികം താമസിച്ചില്ല. അതിന് വലം യൽബസു ഖലീല എന്ന് പറഞ്ഞാൽ അല്പം താമസിച്ചിട്ടില്ല. അൻ ഖാലു, അവർ പറയാൻ, ലി മൂസ നബിയോട്, ഖദ് സഇംന, നിശ്ചയം ഞങ്ങൾക്ക് മടുത്തു, ഹാദ ത്വആമൽ വാഹിദ, ഈ ഒരു ഭക്ഷണം, എപ്പോൾ നോക്കിയാലും ഒരു തേനും കട്ടിത്തേനും ഈ കാടപ്പക്ഷിയുടെ ഇറച്ചി തന്നെ എന്ന് പറഞ്ഞിട്ട് ഓരെന്ത് ചെയ്തു? മൂസ നബിയോട് പറഞ്ഞു, ഖദ് സഇംന ഹാദൽ ലഹ്മ വഹാദൽ ഹൽവ, ഈ ഇറച്ചിയും ഈ തേനും കട്ടിത്തേനും ഞങ്ങൾക്ക് ആകെ മടുപ്പുണ്ട് എന്ന് പറഞ്ഞു. ഖദ് ഇസ്തഹീനൽ ഖുദറ വൽ ബുഖൂല, ഖദ് ഇസ്തഹീന, ഞങ്ങളിത് ആഗ്രഹിക്കുന്ന അൽ ഖുദറ, പച്ചക്കറികളും, വൽ ബുഖൂല,
ചീരകളുമൊക്കെ ഞങ്ങൾക്ക് വേണം, അത് ഞങ്ങൾക്ക് ആഗ്രഹിക്കും, ഞങ്ങൾക്ക് ഇഷ്ടം അതാണെന്ന് പറഞ്ഞു. യാ മൂസ, അവർ പറഞ്ഞു, ലൻ നസ്ബിറ, ഞങ്ങൾക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയൂല, അലാ ത്വആമിൻ വാഹിദ, ഒരേ ഭക്ഷണത്തിൻ്റെ മേൽ. വദഉ ലനാ റബ്ബക്, നിൻ്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യൂ. യുഖ്രിജ് ലനാ, ഞങ്ങൾക്ക് പുറപ്പെടുവിച്ച് തരട്ടെ, മിമ്മാ തുംബിത്തുൽ അർദ്, ഭൂമി മുളപ്പിക്കുന്നത്. അതെന്താ? മിൻ ബഖലിഹ, അതിൻ്റെ ചീരകളും, ഖിസാഇഹ, അതിൻ്റെ കക്കരിക്കയും, വഫൂമിഹ, ഉള്ളിയും, അദസിയ, പയറും, ബസലിഹ, അങ്ങനത്തെ ഈ പച്ചക്കറികളൊക്കെ മുളപ്പിച്ച് തരട്ടെ. തഅജ്ജബ മൂസ, മൂസ നബി ആകെ അത്ഭുതപ്പെട്ടു. മിൻ ഹാദ സുആലിൽ ഗരീബ്, ഈ ഒരു അപരിചിതമായ ഈ ചോദ്യം കേട്ടു. ഗരീബ്, ഈ ഒരു അത്ഭുതകരമായ ഈ ചോദ്യം കേട്ടിട്ട് മൂപ്പരാകെ അന്തം വിട്ടു. വഖാല ബിസൗത്തിൻ, അദ്ദേഹം പറഞ്ഞു, ബിസൗത്തിൻ, ഒരു ശബ്ദത്തിൽ, ഫീഹി, ആ ശബ്ദത്തിലുണ്ട്, അൽ ഇൻകാറു, നിഷേധം, ചോദിക്കരുത് എന്നൊരു നിഷേധമുണ്ട്. വഫീഹി, ആ ശബ്ദത്തിലുണ്ട്, അൽ ഇസ്തിജാബ്, അത്ഭുതം കൂറലുണ്ട്. വഫീഹി, ആ ശബ്ദത്തിലുണ്ട്, അൽ ഇതാബ്, ഇവരെ ആക്ഷേപിക്കലുണ്ട്. അങ്ങനത്തെ ഒരു ചോദ്യം. അതസ്തബ്ദിലൂന, നിങ്ങൾ പകരം ചോദിക്കുകയാണോ? അല്ലതി, ഒന്ന്, ഹുവ, അത്, അതിന, വളരെ നിന്യമായ ഒരു സാധന, അതാണോ നിങ്ങൾ ചോദിക്കുന്നത്? ബില്ലതി, ഒന്നിന് പകരം, ഹുവ, അത് ഹൈർ, ഏറ്റവും ഉത്തമമാണ്, ഏറ്റവും ഉത്തമമായ ഒന്നിന് പകരം ഏറ്റവും താഴ്ന്നതാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്ന് മൂപ്പർ ചോദിച്ചു. ആ ബുഖൂലൻ മഹുദറ, പച്ചക്കറികളും ചീരകളുമാണോ? മക്കാനത്തുയൂരി വൽ ഹൽവ, കാടപ്പക്ഷിയുടെയും കട്ടിത്തേനിൻ്റെയും ഒക്കെ സ്ഥാനത്ത്. എങ്ങനത്തെ കട്ടിത്തേനും കാടപ്പക്ഷിയാണ്? ലം തമസ്സായതു ഇൻസാൻ, ഒരു മനുഷ്യൻ്റെയും കൈ സ്പർശിക്കാതെ തരുന്ന ഭക്ഷണമാണത്. അതിനേക്കാൾ പകരം ഹയർ നിങ്ങൾക്ക് മറ്റേതാണോ? ആ ത്വആമുൽ ഫല്ലാഹീൻ, കൃഷിക്കാരുടെ ഭക്ഷണമാണ് ചീരയും പച്ചക്കറിയും. അതൊക്കെയാണോ ബദല ത്വആമിൽ മുലൂക്ക്, ഈ കട്ടിത്തേൻ പക്ഷി ഇറച്ചി എന്നൊക്കെ പറഞ്ഞത് രാജാക്കന്മാരുടെ ഭക്ഷണമല്ലേ, അതിന് പകരം ഇതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? യാല ഫസാദ് ദൗഖ്, നിങ്ങളുടെ രുചി വളരെ മോശമായി പോയിട്ടോ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് വളരെ മോശം, അത്ഭുതത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു. വലാകിന്ന ബനി ഇസ്രായേല, പക്ഷേ ബനു ഇസ്രായേലർ ലം യതനാസലു അൻ സുആലിഹിം, അവരവരുടെ ചോദ്യത്തൊട്ട് താഴോട്ട് പോയില്ല. വലം യസാൽ, അവർ ആയിക്കൊണ്ടേയിരുന്നു, യത്ലുബൂനൽ ഖുദറ വൽ ബഖൂല, പച്ചക്കറിയും അതുപോലെ തന്നെ ചീരയുമൊക്കെ ചോദിച്ചു കൊണ്ടേയിരുന്നു. ഫഖാല മൂസ, അപ്പം മൂസ നബി പറഞ്ഞു, ഇന്നമാ സഅൽതും, നിശ്ചയം നിങ്ങൾ ചോദിച്ചത്, യൂജദു, അത് ഉണ്ടാകും, ഫീ കുല്ലി ഖറിയത്തിൻ, എല്ലാ നാട്ടിലും, മിസ്ര, മിസ്റിലും ഉണ്ടാവും. ഇഹ്ബിത്തു മിസ്ര, അതുകൊണ്ട് മിസ്റിലേക്ക് തന്നെ പോവുക. ഫൈനലക്കും മാ സഅൽതും, അവിടെ നിങ്ങൾ ചോദിച്ചൊക്കെ അവിടെ ഉണ്ടാവും എന്നെന്ത് ചെയ്തു? മൂസ നബി അവരോട് മറുപടി പറഞ്ഞു. ഐനാദ് ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലരുടെ പോര്, അവരുടെ പോരാണ് പറഞ്ഞത്. വക്കാനത്ത് ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലരായിരുന്നു, ഫി തിബാഹിം, അവരുടെ പ്രകൃതിയിൽ, അത്ഫാലൻ, കുട്ടികളെ പോലെയായിരുന്നു നമ്മൾ പറഞ്ഞു. വ അത്ഫാലൻ മുആനിദീന, പോര് കാട്ടുന്ന, കുറുമ്പ് കാട്ടുന്ന കുട്ടികളെ പോലെയായിരുന്നു. വകുല്ലമ ഉമിറു ബി അംറിൻ, വകുല്ലമ ഉമിറു, അപ്പോൾ അവരോട് കൽപ്പിക്കപ്പെടുമ്പോഴൊക്കെ, ബി അംറിൻ, ഒരു കാര്യം, യുഖാലിഫൂനഹു, അവരതിനെതിരെ പ്രവർത്തിക്കും, ഇലാദിദ്ദിഹി, അതിന് നേരെ ഓപ്പോസിറ്റാണ് അവർ ചെയ്യുക. വയസ്തഹ്സിഊന ബിഹി, അവരതുകൊണ്ട് പരിഹസിക്കും. കഅന്നഹും യറൗന മിനൽ വാജിബി, ഇതുപോലെ കഅന്നഹും മുസ്ലിം, അവരായതുപോലെ, യറൗന, അവർക്ക് അഭിപ്രായം ഉള്ളതുപോലെ, ഫിനൽ വാജിബി, നിർബന്ധമായതിൽപ്പെട്ടതാണ്, അയ്യുബദ്ദിലു, മാറ്റിമറിക്കൽ, മായുഖാലഹും, അവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യലവർക്ക് നിർബന്ധമാണ് എന്നതുപോലെ ഓരോ കാട്ടിക്കൂട്ടൽ കാണാൻ തോന്നുന്നർത്ഥം. കത്തിഫ്ലിൻ അനീദിൻ, എന്താണ്, കുറുമ്പുള്ള ഒരു കുട്ടീനെ പോലെ. യുഖാലുലഹു, ആ കുട്ടീൻ്റെ അടുത്ത് പറയും ഖും എന്ന് പറയുമ്പോൾ, ഫയജിലിസു, അപ്പോൾ ആ കുട്ടി ഇരിക്കും. യുഖാലുലഹു മിജ്ലിസ്, അപ്പോൾ ആ കുട്ടിയോട് ഇരിക്കും എന്ന് പറഞ്ഞാൽ, ഫയഖൂം, അപ്പോൾ ആ കുട്ടി എണീറ്റ് നിൽക്കും. യുഖാലുലഹു മുസ്കുത്ത്, നീ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ, ഫയതക്കല്ലം, ആ കുട്ടി സംസാരിക്കുമല്ലോ. യുഖാലുലഹു തക്കല്ലം, സംസാരിക്കുന്നു പറഞ്ഞാൽ ഫയകുത്തു, അപ്പോൾ കുട്ടി ഉണ്ടാക്കും. ഇതുപോലെയാണ് ഇവരുടെ അവസ്ഥ എന്നർത്ഥം. വക്കാന ഫീഹിം ഐനാദുൽ അത്ഫാലി, അവരിൽ കുട്ടികളുടെ ഈ ഒരു എന്താണ് മോട്ട് കാട്ടൽ, ഈ ഒരു പോര്, ഈ ഒരു കുറുമ്പ് കാട്ടലുണ്ട്. ഫിഹുബിസിൽ അഷ്റാർ, ഏറ്റവും മോശമായ ആളുകൾ ഏറ്റവും മോശമായ രീതിയിൽ. ഫിഹുസുലായതായ ശത്രുക്കളുടെ പരിഹാസത്തിൻ്റെ രൂപത്തിലും. ഫി സഫാത്തിൽ മജാനിൻ, പിരാന്തന്മാരുടെ പൊട്ടത്തരങ്ങളും, അതൊക്കെ കൂടിക്കലർന്ന ഒരു അവസ്ഥയാണ് ബനു ഇസ്രായേലിലേക്ക് ഉണ്ടായിരുന്നത്. വക്കാനു യുരീദൂന, അവരുദ്ദേശിച്ചിരുന്നു, അയസ്കുനു ഖറിയത്തൻ, ഒരു നാട്ടിൽ ഇങ്ങനെ ശാന്തമായിരിക്കുക. വയക്കുലു തആമഹും ഷഹിയ, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, മിനൽ ഖുദരി വൽ ബഖൂൽ, പച്ചക്കറിയും ചീരയും അത് ഭക്ഷിക്കുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം. വലാക്കിന്നോ, പക്ഷെ അവരോട്, ലമ്മാ ഖീലലോ, പക്ഷെ അവരോട് പറയപ്പെട്ടപ്പോൾ, ഉസ്കുനു ആദിഹിൽ ഖറിയ, നിങ്ങൾ ഈ നാട്ടിലേക്ക് താമസിക്കൂ, ഈ നാട്ടിൽ പോയി താമസിക്കൂ. വക്കുലൂ മിന്ന, അവിടെ നിങ്ങൾ തിന്നോളൂ, ഹൈസുഷിയത്തും, നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും
റഗദൻ വിശാലമായിട്ട് വദുഖുലുൽ ബാബ സുജ്ജത. പക്ഷെ അവിടേക്ക് കയറുമ്പോൾ അതിൻ്റെ കവാടത്തിലേക്ക് നിങ്ങളൊന്ന് ഇങ്ങനെ കുമ്പിട്ടിട്ട് കയറണം. സുജൂദിലെന്ന് പറഞ്ഞാൽ കുമ്പിട്ടിട്ട് കയറണം. വഖൂലു ഹിത്തത്തുൻ, ഹിത്തത്തുൻ എന്ന് പറയണം. നിങ്ങൾ ഹിത്തത്തുൻ എന്ന് പറയുന്നതാണ് പുറത്തു തരുന്ന റബ്ബേ എന്ന് പറയാം എന്ന് പറയണം. തന്നെ അഗഫിർലക്കും, നാം നിങ്ങൾക്ക് പുറത്തു തരും, ഹത്തായാക്കും, നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരും. വസനസീദുൽ മുഹ്സിനീൻ, നമ്മൾ നന്മ ചെയ്യുന്ന ആളുകൾ കൂടുതലും കൊടുക്കും എന്നുള്ള പറഞ്ഞു. ഗളീബു, ഇങ്ങനെയാണ് പറഞ്ഞപ്പോൾ ഇവർക്കാണ് ദേഷ്യം പിടിച്ചു. ഗളീബു, അവർക്ക് ദേഷ്യം പിടിച്ചു. മിൻഹാദൽ അംറിൽ ഇലാഹി, ഈ ദൈവീക കൽപ്പന കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം പിടിച്ചു. അത് എന്താ പറഞ്ഞവർക്ക്, നിങ്ങൾക്ക് ചോദിച്ചുവാണെങ്കിൽ ഈ നാട്ടിലേക്ക് നിങ്ങൾ പോകണം, ആ നാട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഇഷ്ടമാരി നിങ്ങൾ ഭക്ഷിക്കാം. പക്ഷെ പോകുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ നാടിൻ്റെ കവാടത്തിൻ്റെ അടുത്തുമ്പോൾ കുമ്പിട്ടിട്ട് കയറണം. പിന്നെ പോകുമ്പോൾ എന്ത് വേണം, റബ്ബേ ഞങ്ങൾക്ക് പുറത്ത് തന്നെ എന്ന് പറഞ്ഞിട്ട് കയറണം എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ദേഷ്യം പിടിച്ച്. ഒദഹുൽ കറിയത്തെ ഖുർഹൻ, അവരതിന് വളരെ പ്രയാസപ്പെട്ടിട്ട് കൊണ്ടാണ് കയറിയത്. ഹുസ്വൻ, ഒരു എന്താ പറയുക, കളിയാക്കിയിട്ട് പരിഹസിച്ചിട്ടാണ് കയറിയത് എന്നാണ്. സഹഫുനാൽ അസ്താഹിം, അവരുടെ ചന്തിമ അങ്ങനെ നിരങ്ങിയിട്ടാണ് അവരെന്തായത് ആ നാട്ടിലേക്ക് കയറിയത് പരിഹസിച്ചിട്ടേ. ഫബദ്ദലല്ലദീന ളലമു, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ളാലിമീങ്ങളായ ആളുകൾ മാറ്റിമറിച്ചു ഖൗലൻ, വാക്കിനെ, ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെടാത്തൊരു വാക്കായിട്ട് ആ പറഞ്ഞ വാക്കിനെ അവർ മാറ്റിമറിച്ചു എന്നാണ്. അള്ളാഹു ഇങ്ങനെ കുനിഞ്ഞു കയറുന്ന പോലെ എന്ത് ചെയ്ത് ചന്തി കൊണ്ട് നിരങ്ങിക്കയറില്ലേ. ഫഅൻസലല്ലാഹു അലൈഹിം ബലാഅൻ, അപ്പം അള്ളാഹു അവർക്കെതിരെ പരീക്ഷണം അള്ളാഹു ഇറക്കി. വബഅസ അലൈഹിം വബാഅൻ, അവരുടെ മേലിൽ അള്ളാഹു വബാ, രോഗം, പ്ലേഗ് പോലത്തെ രോഗത്തെ ഇറക്കി കൊടുത്തു. വമാത്തു മിന്നു, ആ കാരണത്താൽ അവരെന്ത് ചെയ്തു, മരിച്ചു. മൗത്തൽ ഫി റാനി, എലികൾ മരിച്ചു പോണ പോലെ മരിച്ചു പോയി. ഇതാ ഉമിറോ ബി അംറിൻ, ഇതാ ഉമിറോ, അപ്പോൾ അവരോട് കൽപ്പിക്കപ്പെടുമ്പോൾ ബി അംറിൻ, ഒരു കാര്യം കൊണ്ട്, അക്സറു സുആല വത്തൻഖീർ, അക്സറു അവർ അധികരിപ്പിച്ചു, അസ്ആല ചോദ്യത്തെയും, വത്തൻഖീറ നിഷേധത്തെയും അവർ അധികരിപ്പിച്ചു. സഇനറജുലി, ഒരു മനുഷ്യൻ്റെ അവസ്ഥ പോലെ, ലാ യുരീദു അൻ യഅമല, അവനക്ക് പണി പറഞ്ഞ പണി കേൾക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും, ഫയുക്സിറു സുആല, അപ്പോൾ ഇങ്ങനെ ചോദിക്കും, വത്തൻഖീറ നിഷേധത്തെയും ചോദ്യത്തെയും ഇങ്ങനെ അധികരിപ്പിക്കൂലേ, അതേപോലെ തന്നെ. ഹദസ ഫി ബനി ഇസ്രായീൽ ഹാദിസു ഫി ഖത്ലിൻ, ഒരിക്കൽ എന്ത് ചെയ്തു, ബനി ഇസ്രായേലിലൊരു കൊലപാതകം നടന്നു. ഹാദിസ് ഖത്ൽ, കൊലപാതക സംഭവം നടന്നു. അഹമ്മദ് അലിക്ക ബനി ഇസ്രായേൽ, അത് ബനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമായി. ഫലം മെഹ്തദു ഇലൽ ഖാത്തിലി, കൊന്ന ആളാരാണെന്ന് അവർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വക്കാന സുആലു, പിന്നെ ചോദ്യമായി അനിൽ ഖാത്തിലി, ഈ കൊലകാരനെ കുറിച്ചുള്ള ചോദ്യമായി ഹദീസൻ നാസി, ജനങ്ങളുടെ സംസാരമുള്ള അതായി. അങ്ങനെ അവസാനം ജാഉ ഇല മൂസ, അവർ മൂസാ നബിൻ്റെ അടുക്കിലേക്ക് വന്നു അലൈഹി സ്വലാത്തു വസ്സലാം. വഖാലു, അവർ പറഞ്ഞു, ഇന്ന, ഞങ്ങളെ സഹായിക്കണം, യാ നബി അല്ലാഹ്, അള്ളാഹുവിൻ്റെ നബിയെ, ഫി ഹാദിഹിൽ ഖദിയത്ത്, ഈ പ്രശ്നത്തിൽ, വദുല്ലാഹ, അള്ളാഹുവിനോട് ദുആ ചെയ്യണം, യുബയ്യിൻ ലനൽ ഖാത്തില, നിങ്ങൾക്ക് ഈ കൊലകാരി ആരാണ്, കൊല്ലുന്ന ആളാരാണ് എന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് തൽക്കാലം അവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവരും പാഠം മനസ്സിലാക്കി പഠിക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ എഴുതി തരിക. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.